സർവവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാർകളും കൂടിക്കൊണ്ട് അയ്യനെ നാടി ചേർന്നിടുവാൻ, ശബരിമലയ്ക്ക് ചേർന്നിടുവാൻ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. கார்த்திகை மாசம் மாலையணிந்து நேர்த்தியாகவே விரகமிருந்து பார்த்த சாரதி மைந்தனே உன்னை பார்க்க வேண்டியே தவமிருந்து. பார்த்த சாரதி மைந்தனே உன்னை பார்க்க வேண்டியே தவமிருந்து. இருமுடி எடுத்து எருமேலி வந்து ஒரு மறை தாங்கி பேட்டை துள்ளி அருமை நண்பராம் வாவரை தொழுது ஐயனின் அருமலை ஏறிடுவான். சுவாமியே അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അഴുതയേറ്റം ഏറുമ്പോത് ഹരിഹരൻ മകനെ സ്തുതിച്ചു ചെൽവാൻ, വഴികാട്ടിടവേ വന്നിടുവാൻ അയ്യൻ വൻപുലിയേറി വന്നിടുവാൻ. കരിമല കയറ്റം കഠിനം കഠിനം കരുണை கடலும் துணை வருவான். കരിമല ഇറക്കം വന്ന ഉടനെ തിരുനദി പമ്പയെ കണ്ടിടുവാൻ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ബേൺജി, ഞങ്ങളുടെ ഇന്നത്തെ സത്സംഗത്തിലേക്കും സ്വാഗതം. ഓം ശാന്തി. നമ്മൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, അതായത് ആരാധനാ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ വ്രതാനുഷ്ഠാനമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ മണ്ഡലകാല വ്രതം അല്ലെങ്കിൽ ഏകാദശി വ്രതം ഇങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ മുസൽമാന്മാരും റംസാൻ നോൻപ് പറയും, ക്രിസ്ത്യാനികൾ ഈസ്റ്റർ നോൻപ് പറയും. അപ്പോൾ ബാക്കിയുള്ള മതസ്ഥർക്കും ഈ വ്രതാനുഷ്ഠാന കാലഘട്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് പറഞ്ഞു തരുന്നതിനെ അങ്ങോട്ട് ചെയ്യുക എന്നതിൽ കവിഞ്ഞ് എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ട് ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട് എന്ന് ഒരുങ്ങുന്നു. ഇപ്പോൾ ഇവർ തന്നെ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതെന്തിനാ, അതിന് പ്രത്യേകിച്ച് ഈ മാളികപ്പുറം ഉണ്ടല്ലോ മുത്തശ്ശ, ഇതെന്തിനാ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കറിയുമാതിരിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല. അപ്പോൾ
ഈ വ്രതകാലത്തിൻ്റെ പിന്നിലുള്ള അതിൻ്റെ ആ തത്വത്തിനെ പറ്റിയിട്ട് ബേൺ ചെയ്യുന്ന ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? വ്രതം, ആ ശബ്ദം തന്നെ നമ്മളത് എന്തിനാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വ്രതം അർത്ഥം വിശേഷാൽ റിതമെറ്റിക് ആയിരിക്കണം. റിതമെറ്റിക് മീൻസ് താളാത്മകം. അപ്പം നോക്കൂ, ഇത്ര സമയം നിങ്ങളെല്ലാവരും ഭജന പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭജന പാടുമ്പോൾ സംഗീതം നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അതിനും താളമുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരാളെങ്കിലും ആ താളം തെറ്റിച്ചാലോ അവതാളമാകുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, ആനന്ദിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ഒരു റിതമുണ്ട്, താളമുണ്ട്. ഇപ്പോൾ ഫാമിലി ലൈഫിൽ തന്നെ നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും കുടുംബസ്ഥരാണല്ലോ. അപ്പോൾ കുടുംബജീവിതത്തിൽ തന്നെ നോക്കൂ, കുടുംബജീവിതത്തിൻ്റെ താളം എന്താണ്? കുടുംബജീവിതത്തിൽ നമുക്ക് പരസ്പരം സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കണം അല്ലേ? ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ ജീവിക്കുമ്പോൾ ആദ്യം നമ്മൾ വ്യക്തി, രണ്ടാമത്തത് നമ്മുടെ കുടുംബം. അപ്പം നമ്മുടെ ശരീരം തന്നെ നോക്കിക്കോളൂ. ശാരീരികമായ സൈഡ് തന്നെ നോക്കിയാൽ നമുക്കറിയാം, ശരീരം കൊണ്ട് നമുക്ക് അന്യരോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിരിക്കും. നമ്മുടെ കൂടെയുള്ളവർക്കും മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരോഗ്യം തന്നെ, ശരീരത്തിൻ്റെ ആരോഗ്യം തന്നെ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ താളം തെറ്റിയാൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റാൻ തുടങ്ങും. അപ്പോൾ ശാരീരിക ആരോഗ്യത്തിന് എന്ത് വേണം? നമ്മുടെ ഭക്ഷണം, നമ്മുടെ വ്യായാമം, നമ്മുടെ ഉറക്കം, ഇതെല്ലാം ചിട്ടയോട് കൂടിയിട്ടാണ്. നമുക്ക് ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് വ്രതകാലത്ത് ആദ്യം നമ്മളെ കൊണ്ട് വ്രതം എടുപ്പിക്കുമ്പോൾ ആദ്യം ഏത് കാര്യത്തിലാണ് പഥ്യം പാലിപ്പിക്കുന്നത്? ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരെയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തിൻ്റെ താളക്രമീകരണത്തിന് ഏറ്റവും മുഖ്യ കാര്യമാണ്. കഴിക്കുന്നത്, കുടിക്കുന്നത്, ആഹാരപാനീയങ്ങൾ, അത് നമുക്ക് നൽകുന്ന ശാരീരിക ആരോഗ്യം. അപ്പം അതേപോലെ നമ്മുടെ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും ആരോഗ്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതചര്യ നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ. ഇനി അത് മാത്രമല്ല, അപ്പം ഇന്ന് നോക്കൂ, ഭക്ഷണം പോട്ടെ, വ്യായാമ കാര്യമാണെങ്കിലും വളരെ കുറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് വ്രതസമയത്ത് നമ്മളോട് രാവിലെയും വൈകിട്ട് അമ്പലത്തിൽ പോകാൻ പറയുന്നത്. നടന്നു പോകുമ്പോൾ തന്നെ എന്തായി? മുങ്ങി കുളിക്കുക, നടന്നു പോവുക, അപ്പം തന്നെ എന്തായി? നമുക്കൊരു എക്സസൈസാണ്. ഇനി ഉറക്കമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഉറക്കവും വളരെ കുറവാണ്. രാത്രി ഉറങ്ങാൻ പറ്റണില്ല. എന്താ കാര്യം? പലവിധമായ ആദിയിൽ നിന്ന് പിന്നെ വ്യാധി, മാനസിക അസ്വസ്ഥത. അപ്പം ശാരീരിക അസ്വസ്ഥയും അടുത്തത് മാനസിക തലം. നമ്മുടെ മനസ്സിൻ്റെ ആദികൾ പലതരത്തിലുള്ള വ്യാധികൾക്ക് കാരണമായിട്ട് മാറാം. ചിന്തകൾ, നെഗറ്റീവ് ചിന്ത, വേസ്റ്റ് ചിന്ത, വേണ്ടാത്തത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. ചിന്തകൾ വേണം നമുക്ക് ആവശ്യത്തിന്, പക്ഷെ അത് ടൂ മച്ച് ആയാലോ അനാവശ്യ ചിന്തകൾ. അത് നമ്മളെ ആദിയിലേക്ക്, ടെൻഷനിലേക്ക്, പ്രഷറിലേക്ക്, മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കും. അവിടെയും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുകയാണ്. ഇനി നമ്മുടെ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ അസ്വാസ്ഥ്യം നമ്മൾ ആദ്യം വീട്ടിലുള്ളവരോട് കാണിക്കും. അപ്പോൾ കുടുംബത്തിൻ്റെ താളം പിഴയ്ക്കും. ഇനി കുടുംബതാളം പഴിച്ചാലോ? വീട്ടിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായെന്നിരിക്കട്ടെ, ആ അസ്വസ്ഥ ഉള്ള മനസ്സും കൊണ്ടാണ് നമ്മൾ ആദ്യം ഓഫീസിലേക്ക് പോവുക. അപ്പോൾ ജോലി സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ താളവും തെറ്റിക്കും. തെറ്റാറുണ്ടോ? അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. വീട്ടിലെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാരവും കൊണ്ടാണ് നമ്മൾ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ കയറി ചെല്ലുന്ന സമയത്ത് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന വാച്ച്മാൻ്റെ അടുത്ത് മുതലേ നമ്മൾ നമ്മുടെ അസ്വാസ്ഥ്യം ചിലപ്പോൾ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വാക്കുകളിലൂടെ, പെരുമാറ്റത്തിലൂടെ ചിലപ്പോൾ കാണിക്കാൻ ശ്രമിക്കും. അപ്പം നമ്മുടെ ഒരാളുടെ താളപ്പിഴ, ശാരീരികവും മാനസികവുമായ താളപ്പിഴ സാമൂഹികമായ താളത്തെ തന്നെ തെറ്റിക്കുന്നുണ്ട്. ഒരു ചെയിൻ റിയാക്ഷൻ ആവും. നമ്മുടെ വീട്, നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നു, ആ സാമൂഹിക താളത്തെ തന്നെ തെറ്റിക്കും. എത്ര ബന്ധങ്ങളെ നമ്മൾ കേടുവരുത്തും. അതുമാത്രമല്ല, ശാരീരികം, മാനസികം, പിന്നെ നമ്മുടെ ബുദ്ധിതലം, ബൗദ്ധികമായ മനസ്സസ്വസ്ഥമാണെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയല്ലാതെ വരും. ശരിയല്ലാത്ത തീരുമാനം എടുക്കുമ്പോഴെന്ത് സംഭവിക്കും? അത് തന്നെ ജീവിതത്തിൻ്റെ താളപ്പിഴ ഉണ്ടാകും. ചിലർ പറയില്ലേ, ഞാൻ കള്ളു കുടിക്കുന്നത് മനസ്സിന് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ
യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ സിഗരറ്റ് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ പാക്കറ്റ് എടുത്ത് ഉപയോഗിക്കുക. എന്തിനാ ഭായി ഇത്രയും സിഗരറ്റ് ഉപയോഗിക്കണം, ആ പാക്കറ്റിൽ എന്താ എഴുതി വെച്ചിരിക്കണേ വായിച്ചു നോക്കൂ പറഞ്ഞു. ഞങ്ങൾ 3-4 സിസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ വണ്ടി നോക്കൂ എത്ര ലേറ്റ്, 5-6 മണിക്കൂർ ലേറ്റ്. ആ ലേറ്റിൽ ഇത്രയും മണിക്കൂർ ലേറ്റ് ആയതിൻ്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സിഗരറ്റ് വലിക്കുന്നത്. ഒരു തെറ്റിന് മറ്റൊരു തെറ്റ് അപ്പം പരിഹാരമായിട്ട് നമ്മൾ നമ്മുടെ ടെൻഷൻ മാറ്റാൻ അല്ലെങ്കിൽ അസ്വസ്ഥത മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, തെറ്റായ നമ്മുടെ ശീലങ്ങൾ, ഇവയെ എന്ത് ചെയ്യാണ്, നമ്മുടെ മനസ്സിനെയും താളം തെറ്റി. ഇപ്പോൾ ഒരാളാണ് സിഗരറ്റ് ഉപയോഗിക്കുന്നത്, പക്ഷേ ആ വണ്ടിയിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ട്, ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ എത്ര പേരാണ് ഉപയോഗിക്കുന്നത് ഒരാൾ, പക്ഷെ അതിൻ്റെ ദൂഷ്യവശം ആ ബോഗിയിൽ എത്ര പേരുണ്ടോ അടുത്ത ബോഗിയിലേയും പുകയല്ലേ, കാറ്റതിനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് പോവാണ്. സൈലന്റ് സ്മോക്കേഴ്സ് പറയും, അതാണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയും. അതെ. അപ്പോൾ എത്ര പേരുടെ ശാരീരിക ആരോഗ്യത്തെ നമ്മൾ തന്നെ ഹാനി ഉണ്ടാക്കുക. നമ്മുടെ മാത്രമല്ല ദോഷം, നമ്മുടെ മാത്രം. ഇനി ആ സ്മോക്കർ ഏത് വീട്ടിൽ ജീവിക്കുന്നോ ആ ഫാമിലിയിൽ ജീവിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ബ്ലഡിലൂടെ തന്നെ എല്ലാ തരത്തിലുള്ള രോഗാണുക്കളും ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അവരുടെ ഭാര്യ, അവരുടെ കൂടെ ആരൊക്കെ ഇടപഴകുന്നു, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ വേണ്ടി അനാരോഗ്യത്തിന് ഇത് കാരണമായിട്ട് മാറുകയാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ബൗദ്ധികതലം സ്ട്രോങ് ആണെങ്കിൽ ശരിയായ തീരുമാനം എടുക്കാനുള്ള വ്യക്തി, ശരിയായ തീരുമാനം എടുക്കാൻ അറിയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുപ്പിക്കണക്കിന് കള്ള് ഒരാൾ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കില്ലേ? നമ്മൾ ആലോചിക്കും, ഇതെനിക്ക് വേണ്ട സാധനമാണോ വേണ്ടാത്തതാണോ, ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ അല്ലെങ്കിൽ ദൂഷ്യം എന്താ. നമുക്ക് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റണം. വെറുതെ കിട്ടണു പറഞ്ഞ ആരും വിഷം കുടിക്കില്ലല്ലോ. അതെ. അപ്പം അതേപോലെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന മറ്റൊരു തലമാണ് നമ്മുടെ ആധ്യാത്മിക തലം, ആത്മീയ തലം. അത് നമ്മുടെ ബാലൻസ്ഡ് ആയിരിക്കണം. ആത്മീയ തല അർത്ഥം ആത്മീയ മൂല്യങ്ങൾ ജീവിതത്തിൽ, സത്യത. ഇപ്പോൾ മാലയിടുമ്പോൾ ആദ്യം ഗുരുസ്വാമി നമുക്ക് ഉപദേശിച്ച് തരുന്നത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപദേശിച്ചു തന്നെ ഗുരുസ്വാമി? സത്യം പറയണം, സത്യമേവ ജയവിതേ. കാരണം ഏതൊരു വ്രതവും പൂർത്തിയാകുന്നത് സത്യത്തിലാണെന്ന് പറയും. സത്യം നമ്മുടെ ജീവിതചര്യയാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സത്യത, ക്ഷമ. ചിലപ്പോൾ ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറി കഴിഞ്ഞാൽ തന്നെ മാലയിട്ട് കഴിഞ്ഞാൽ എന്താ പറയണ, ഞാൻ പോയിട്ട് വരട്ടെ, സ്വാമി ശരണം. അപ്പോൾ നമുക്കറിയാൻ ദേഷ്യപ്പെടാൻ പാടില്ല അല്ലേ? അപ്പം നമ്മുടെ ക്ഷമ, വിനയം, സത്യത, ശാന്തത, അപ്പം ഈ നന്മകൾ, ഈ മൂല്യങ്ങൾ, ഈ മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തുക, അതാണ് നമ്മുടെ ആധ്യാത്മിക തലം പറയണം. ഇപ്രകാരം ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവും ആധ്യാത്മികവുമായ തലങ്ങളുടെ ബാലൻസിങ്, ആ ബാലൻസിങ് ആണ് റിതമെറ്റിക് ലൈഫ്, താളാത്മക ജീവിതം. ഒരു ട്രെയിൻ തന്നെ നോക്കൂ, ട്രാക്കിൽ നിന്ന് ഒരു ബോഗി വ്യതിചലിച്ചാൽ എന്താ സംഭവിക്കണേ? ട്രാക്ക് തെറ്റിയാൽ, പാളം തെറ്റിയാൽ എത്ര പേരുടെ ജീവിതമാണ് താളം തെറ്റണത്? എത്ര മരണം, എത്ര ആ ആക്സിഡൻറ്റിലൂടെ എത്ര പേർക്ക് ജീവഹാനി ഉണ്ടാകാം അല്ലേ? അല്ലെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെടാം. എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാകുന്നു. മരണം വരെ എത്ര പേർക്കാണ് സംഭവിക്കുന്നത്? അപ്പം ഇതേപോലെ നമ്മുടെ ജീവിതം ഒരു യാത്രയല്ലേ? അപ്പം ഈ ജീവിതയാത്രയിൽ നമ്മുടെ പൂർവികർ, അപ്പം നമുക്ക് ഈ വ്രതങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫിക്സ് ചെയ്ത് തന്നിരിക്കണേ? വർഷത്തിലെ കലണ്ടറിൽ നോക്കുക, ഓരോ മാസവും എന്തെങ്കിലും ഒരു ഉത്സവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവൻ്റെ ദേവിയുടെ ജീവിതവുമായി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഏതെങ്കിലും ഒരു വ്രതം, ഒരു നിഷ്ഠ, അതേത് ജാതി മതത്തിലായിക്കോട്ടെ, മാനവ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, മാനവ ജീവിതത്തിൻ്റെ സംരക്ഷണാർത്ഥം, മനുഷ്യ ജീവിതത്തിൻ്റെ സന്തുലനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വ്രതങ്ങളെല്ലാം നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നത്. ഒരു സർക്കസുകാരെന്ന് തന്നെ നോക്കൂ, 2 കാലുകൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ടാവും, നടുക്കൊരു ചരടിലൂടെ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാം. അപ്പം സർക്കസുകാരന് ആ ചരടിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ആസ്വദിക്കും, കൈകൊട്ടി ചിരിച്ചുകൊണ്ടാണ് കാണുന്നത്. അയ്യോ അയാൾ വീഴുമോ നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എന്താ? അയാൾ ആ മുളങ്കമ്പിൽ കോർത്ത ചരടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആൾ വളരെ നല്ല രീതിയിൽ ആനന്ദിച്ചുകൊണ്ടാണ് ആ ചരടിൽ കൂടി നടക്കണത്. അയാൾക്ക് ഭയമില്ല, കാരണം അഭ്യാസം കൊണ്ട് ആൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അയാളും ആസ്വദിക്കുക. അയാൾ ആ ചരടിലൂടെ നടക്കുമ്പോൾ നമ്മളോട് കൈവീശിക്കൊണ്ടാണ് പോണേ. അതുകൊണ്ട് നമ്മളും താഴെ ഇരുന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും? ആ അഭ്യാസിയുടെ അഭ്യാസം ആസ്വദിക്കും. ഇപ്രകാരം ലൈഫിൽ എന്ത് വേണം? ബാലൻസിങ് വേണം. കാരണം സർക്കസുകാരന് ബാലൻസ് ഉണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ എന്തായി? ജീവിതം തന്നെ താറുമാറാവും. അപ്പം
അപ്പം നമ്മളും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഒരാൾക്കുണ്ടാകുന്ന താളപ്പിഴ അനേകരുടെ, നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ലോകത്തെ, നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം ആ താളപ്പിഴകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? കരകയറണം. ആ കരകയറ്റത്തിനുള്ളൊരവസരമാണ് വ്രതകാലം. ഇപ്പോൾ ബാഞ്ചി പറഞ്ഞു വ്യക്തി, കുടുംബം എന്നെല്ലാം പറയുണ്ടായി. ചിലർ പറയാറുണ്ട് ഈ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ വല്ല കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അതിനാണ് പലരും വ്രതമിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടോ എന്തെങ്കിലും നേട്ടം വ്രതാനുഷ്ഠാനത്തിനുണ്ടോ? നോക്കൂ, നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്തിനാണ് ഈ വ്രതം? അതായത് ഒരു നമ്മുടെ വീട്ടിൽ തന്നെ നോക്കൂ, ടാങ്കിൽ നമുക്ക് മുകളിലേക്ക് വെള്ളം കയറ്റണം. നമ്മുടെ കിണറിലുള്ള വെള്ളം ടാങ്കിൽ കയറ്റണം. അപ്പം എന്ത് വേണം? കിണറിലെ വെള്ളം ടാങ്കിൽ കയറ്റാൻ ഒരു മോട്ടറിൻ്റെ ആവശ്യമുണ്ട്. വീട്ടിൽ നമ്മൾ താഴെ പൈപ്പ് പോയി തിരിക്കുന്നു, ടാപ്പ് തിരിക്കണു പൈപ്പല്ലേ, അപ്പം നമുക്ക് വെള്ളം കിട്ടും. ടാപ്പിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സഹായങ്ങളൊന്നും ആവശ്യമില്ല. ടാപ്പ് തിരിച്ചാൽ മതി, വെള്ളം കിട്ടും. അപ്പം വെള്ളം താഴേക്ക് ഒഴുകാൻ പ്രത്യേകിച്ച് സഹായമൊന്നും ആവശ്യമില്ല. പക്ഷെ താഴെയുള്ള വെള്ളത്തെ മേലെ കയറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു മോട്ടർ വേണം. ഒരു മോട്ടർ വേണം, കറണ്ട് വേണം, സ്വിച്ച് വേണം. അതേപോലെ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? താഴെ എത്തി. ജീവിതയാത്രയല്ലേ, യാത്ര ചെയ്ത് നമ്മൾ താഴെ എത്തിയ സമയത്ത് ഇപ്പം നമുക്ക് തിരിച്ചു കയറണം എന്നുണ്ടെങ്കിൽ മുകളിലേക്ക്, മല ചവിട്ടി മുകളിലേക്കല്ലേ നമ്മൾ കയറണേ. മലമുകളിലുള്ള അയ്യപ്പനെ കാണാനേ പോണേ. അതുപോലെ നമുക്ക് ഈ ജീവിതയാത്രയിൽ ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ എവിടെയാണോ ഇറങ്ങി വന്ന് നിൽക്കണേ, ഈ ഇറക്കത്തിൽ നിന്ന് കയറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എക്സ്ട്രാ മോട്ടറിൻ്റെ ഹെൽപ്പ് വേണം. ആ എക്സ്ട്രാ മോട്ടർ ഹെൽപ്പ്, ആ സ്വിച്ച്, ആ കറണ്ടാണ് സർവശക്തിവാനിൽ നിന്ന് നമുക്ക് കിട്ടണേ. ആ മോട്ടറിൻ്റെ ഒരു ഹെൽപ്പാണ് നമുക്ക് ഈ വ്രത കാലഘട്ടം എന്ന് പറയുന്നത്. അതാണ് സത്സംഗങ്ങൾ, അതാണ് ഈ കൂട്ടായ്മ, വ്രതം. ഈ വ്രതാനുഷ്ഠാന കാലത്ത് നമുക്കുണ്ടാകുന്ന ഭജന പാടിയിട്ടാണെങ്കിലും സത്സംഗം കേട്ടിട്ടാണെങ്കിലും ധ്യാനം കൊണ്ടാണെങ്കിലും നമ്മുടെ ആഹാര വിഹാരാദികളിൽ നമ്മളുണ്ടാക്കിയ നിയന്ത്രണമാണെങ്കിലും ഇവയെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടണ, മുകളിലേക്ക് കയറാൻ വേണ്ടി കിട്ടണ എക്സ്ട്രാ ഹെൽപ്പുകളാണ്. ഈ എക്സ്ട്രാ ഹെൽപ്പിൻ്റെ ആവശ്യം ഇപ്പം നമുക്കുണ്ട്. കാരണം എന്താ? നമ്മൾ മേലെന്ന് താഴെ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നത്തെ ലോകം കണ്ടാൽ തന്നെ അതറിയാം. നമ്മൾ ഇറങ്ങി എന്നുള്ള തോന്നൽ നമുക്ക്. ഇപ്പം നമുക്കൊരു ചെളിക്കുണ്ടിൽ ഒരാൾ കിടക്കുന്ന സമയത്ത് ആ ചളിയുടെ ദുർഗന്ധം ഫീൽ ചെയ്യില്ല. പക്ഷെ ചളിക്കുണ്ടിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ മേലെ വന്നു നിന്നും തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിൻ്റെ ദുർഗന്ധം എത്രയുണ്ടെന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പം അതേപോലെ വ്രതകാലം നമുക്ക് കരകയറാനുള്ള ഒരു അവസരമാണ്. കരകയറി ഈ 41 ദിവസം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ. തിരിഞ്ഞു നോക്കാൻ പറയാം നമ്മളോട്. ചളിയിൽ കിടന്ന സമയത്ത് ദുർഗന്ധം അപ്പം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. വ്യത്യാസം നമ്മുടെ ജീവിതത്തിൻ്റെ, ഇതുവരെ ഞാൻ ജീവിച്ചു വന്ന ജീവിതവും ഇപ്പോൾ ഈ 41 ദിവസം കൊണ്ട് ഞാൻ ജീവിക്കുന്ന ജീവിതവും തമ്മിലുള്ള അന്തരം എന്താണ്, അത് മനസ്സിലാക്കിയതിന് ശേഷം കുഞ്ഞെ നീ പരിവർത്തനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യൂ. തതത്വം, അതാണ് തത്വമസി. ഈ ജീവിതയാത്ര അതേപോലെ നിലനിർത്തിക്കൊണ്ടുപോകും. അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അസുര ജീവിതത്തിൽ നിന്ന് നമുക്കൊരു ദൈവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ഇറക്കത്തിൽ നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സ്ട്രാ പവർ നമുക്ക് വേണം. അതിനാണ് സത്സംഗത്തിൻ്റെ ആവശ്യം, സാധനകളുടെ ആവശ്യം. അപ്പോൾ നമുക്ക് എല്ലാവരും അഴുക്കാം, നമുക്ക് അഴുക്കിലേക്ക് പോയി പ്രത്യേകിച്ച് പ്രയത്നമൊന്നും വേണ്ട. താനേ നമ്മൾ പോയി വീണോളൂ. എല്ലാ മഹാന്മാരുടെയും ജീവിതം നോക്കിക്കോളൂ. ആരും അനുകൂല സാഹചര്യങ്ങളെല്ലാം കിട്ടിയതുകൊണ്ടല്ല മഹാന്മാരായത്. വിവേകാനന്ദ സ്വാമിജിയുടെ ജീവിതം നോക്കിക്കോളൂ, ഗാന്ധിജിയുടെ ജീവിതം നോക്കിക്കോളൂ, മദർ തെരേസയുടെ ജീവിതം നോക്കിക്കോളൂ. എല്ലാവരും മഹത്തായ കാര്യങ്ങൾ ചെയ്ത് മഹാത്മാക്കളും പുണ്യാത്മാക്കളുമായത് അവർക്ക് എല്ലാം അനുകൂലമായിട്ട് വന്നിട്ടല്ല, പിന്നെയും വിപരീത സാഹചര്യത്തിലൂടെ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി കഠിനാധ്വാനം കൊണ്ട് അവരവരുടെ കർത്തവ്യങ്ങളെ മഹത്തരമായി പൂർത്തിയാക്കുക ചെയ്തത്. അതേപോലെ
ഈ വ്രത കാലഘട്ടവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്മയിലേക്ക് തിരിയാൻ വ്രതനുഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ വ്രതത്തെ ഭംഗം വരുത്താനുള്ള തരത്തിലുള്ള ടെസ്റ്റ് പേപ്പറുകൾ നമുക്ക് എല്ലാവർക്കും വരും. പക്ഷെ നമുക്ക് ബോധം ഉണ്ടാകണം, ഞാൻ ഇതെന്തിനാണ് അനുഷ്ഠിക്കണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എക്സ്ട്രാ ശക്തി, അവിടെയാണ് നിത്യ സത്സംഗത്തിൻ്റെ ആവശ്യകത. എക്സ്ട്രാ ഫോഴ്സ് വേണം, സാധാരണ ഫോഴ്സ് പോരാ. ഫോഴ്സിൽ വന്ന് നമ്മൾ താഴെ വീണു, എത്ര ഫോഴ്സിൽ താഴെ വീണു അതിൻ്റെ 2 ഇരട്ടി ഫോഴ്സ് നമുക്ക് ഉയർത്താൻ വേണം, തിരിച്ചു കയറാൻ ആവശ്യമുണ്ട്. ശരി. ഇപ്പോൾ സാധാരണ വ്രതം എന്ന് പറയുന്നത് ജപം, കുളി, ഭക്ഷണ രീതികളിലെ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ എല്ലാ മതത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളും നമ്മൾ കണ്ടുവരുന്നത്. ഇതിൽ ഉപരിയായിട്ട് ഒന്നുകൂടി ആഴത്തിലുള്ള വല്ല വ്രതാനുഷ്ഠാനങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താ? അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ തന്നെ നോക്കുക, സ്വയം പരിശോധിക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ആത്മപരിശോധന ചെയ്യാം. അവരവരിലേക്ക് അല്പസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അവരവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. മനസ്സിലേക്കൊരു യാത്ര. ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയുള്ള സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകും. ജീവിതയാത്രയിൽ എവിടെയെങ്കിലും എനിക്ക് താളം പിഴയ്ക്കുന്നുണ്ടോ? വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ, ആഹാരപാനീയങ്ങളിൽ, കൂടെയുള്ളവരോടുള്ള പെരുമാറ്റം, മൂല്യങ്ങളുടെ കാര്യത്തിൽ സത്യത, ശുദ്ധി, സ്നേഹം, വിനയം, ശാന്തത, ക്ഷമ, ഇതെല്ലാം സമയാനുസൃതം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? വീട്ടിലുള്ളവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? ജോലിസ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അയൽക്കാരോടൊപ്പം എങ്ങനെയാണ്? ക്രോധമാകുന്ന അഗ്നി എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തെ കത്തിക്കാറുണ്ടോ? തമാശയ്ക്ക് വേണ്ടിയെങ്കിലും കള്ളം പറയാറുണ്ടോ? ഈ ആത്മനിരീക്ഷണത്തിൽ എവിടെയെങ്കിലും താളപ്പിഴ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ മണ്ഡലകാലം, വ്രതനിഷ്ഠകാലം, ട്രാക്കിലേക്ക് തിരിച്ചു വരാനുള്ള ദൃഢസങ്കല്പം എടുക്കും. തിരുത്തൽ എവിടെ കൊണ്ടുവരണം? തീരുമാനം എടുക്കും. ആ തീരുമാനം ജീവിതവ്രതമാക്കി മാറ്റൂ. ഓം ശാന്തി. ഞങ്ങളുടെ സംശയങ്ങൾ ഇനിയും തീർന്നിട്ടില്ല വ്രതത്തിനെ കുറിച്ച്. ഇനി നാളത്തെ സത്സംഗത്തിൽ കുറച്ചുകൂടി സംശയങ്ങളുണ്ട്, അതൊന്ന് മാറ്റിത്തരണം. തീർച്ചയായും. ഓം ശാന്തി. लोकवीरं महापूज्यं सर्वरक्षाकरं विभुं पार्वती हृदयानन्दं शास्तारं प्रणमाम्यहम्. स्वामिय शरणं मय्यप्पा, शरणं शरणं मय्यप्पा.